സുധേ, സുധേ. രാജേട്ടാ, രാജേട്ടാ, എന്താ രാജേട്ടാ ഇത്? ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. എന്തായിട്ടാ ഇത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം, മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഒന്നുമില്ല, നീ കിടന്നോ, നീ കിടന്നോ. ഇന്നത്തെ കാര്യമാണ് ലങ്ങ ടിക്കറ്റ് വേണ്ടേ? ഒന്ന് വാങ്ങിക്കോളി. ഹലോ, ഇന്നത്തെ ടിക്കറ്റ് വേണ്ടേ? ടിക്കറ്റ് വേണ്ടേ? മോനെ ഒരു ടിക്കറ്റ് എടുത്ത മോനെ, ഇന്നെടുക്കുന്നതാണ്. മനുഷ്യന്മാര് കള്ള് ഷാപ്പ് കൊടുക്കാനാണ് കൈയുണ്ട് എല്ലാവരെയും മേലും. ആരാണിപ്പോ അത്? ഹലോ, അംസന്നെ. ആ നമ്മളെത്തിക്കോളാം. ആ സാറാമേ, സാറാമേ, എന്നെ ഉറക്കാന്നേ. സാറാമേ, സാറാമേ, എന്നതാ ചായത്? ഞാനിപ്പോ കിടന്നല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാ പറ്റിയല്ല. എണീറ്റേ. ചേട്ടത്തി, ചേട്ടത്തി, എന്നാ ഉറക്ക ഇത്? വാ, വന്നു വല്ലോം കഴിക്കി. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ എങ്ങനാ? ഇങ്ങനെ കിടന്ന് വല്ല ഏനക്കേടും വരുത്തി വെച്ചാ ആരാ നോക്കാനുള്ളത്? എന്റെ ഇച്ഛായനില്ലാതെ എനിക്ക് കഴിയുന്നില്ല ആലീസേ. അതിരിങ്ങനെ പട്ടിണി കിടന്നാ മരിച്ചു പോയൊരു തിരിച്ചു വരുവോ? ചേട്ടത്തി, മരിച്ചവരങ്ങ് പോയി, നമുക്കിനി ജീവിച്ചല്ലേ പറ്റൂ. പീറ്ററിനൊരു ലെറ്റർ ഉണ്ട്. എന്നതാ അമ്മച്ചി? ഒരു ജോലി എന്നുള്ളത് അവന്റെ വലിയ സ്വപ്നമായിരുന്നു. പക്ഷെ ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ ഒരു എഴുത്ത് വാങ്ങാൻ എന്റെ കൊച്ചിന് കഴിഞ്ഞില്ലല്ലോ. അച്ഛനത് എന്ന് മുതലാ സ്മോക്കിംഗ് തുടങ്ങിയേ? അത് വെറുതെ അച്ഛനിങ്ങനെ ഓരോ ടെൻഷൻ കാരണം വലിച്ചു പോയതാ. അച്ഛാ, സ്മോക്കിംഗ് ഒരു ബാഡ് ഹാബിറ്റാ? ഇല്ല, നിർത്തി, ഇന്നത്തോടെ നിർത്തി. മോളെ, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അവിടെ അവിടെ അയാള്
അയാള് ആരാ രാജേട്ടാ? അയാള് ഇവിടെ ആരുണ്ടെന്നാ പറഞ്ഞേ? അല്ല, അവിടെ ഉണ്ടായിരുന്നു സുധേ. ഇല്ല രാജേട്ടാ, അവിടെ ആരും ഇല്ലെന്നേ. എല്ലാ രാജേന്റെ തോന്നലുകളാ. എന്നാലും അച്ഛാ ഇത് വളരെ കഷ്ടായി. സാർ, ആ ആക്സിഡന്റ് കേസിലെ സാക്ഷി വന്നിട്ടുണ്ട് സാർ. കയറി വരാൻ പറ. ഓക്കെ സാർ. സാർ ഇരിക്കൂ. അന്നെന്താ സംഭവിച്ചത്? സാർ അന്ന് നമ്മൾ ലോട്ടറി വിറ്റ് വരികയായിരുന്നു. അപ്പോഴാണ് എന്താ എന്താ പറ്റി? ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാ. എന്തു പറ്റി? ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാ. ഏത് വണ്ടിയാണെന്നറിയോ? ഏത് വണ്ടിയാണെന്ന് അറിയില്ല, ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാ. ഏതവനാണെങ്കിലും ഈ ജില്ല വിട്ട് പോയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സ്ഥിരം കാഴ്ചയാ. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇതൊക്കെ അനുഭവിക്കാനാ നമ്മളെ വിധി. എന്തു പറ്റി ഏട്ടാ? ഏതോ വണ്ടി ഇടിച്ചതാ. നല്ല മുറിവുണ്ടല്ലോ. നിങ്ങളെല്ലാരും എന്താ നോക്കിക്കുന്നേ? ആരും പോയി ഒരു വണ്ടി വിളി. എന്നാ ഞാനൊരു വണ്ടി വിളിച്ചു വരാം. അള്ളാന്റെ പഠിച്ചോനെ, എന്താണ് എന്താ പറ്റി? ഏതാ വണ്ടി ഇടിച്ചിട്ട് പോയതാ? നോക്കി നിൽക്കാണ്ട് വണ്ടി വിളിച്ചോണ്ടിരുന്ന് നമുക്ക് ആസ്പത്രി കൊണ്ടുപോവാ. വേഗം ചെല്ലി. ഇയാളെ ഇനി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, തലക്ക് നല്ല മുറിവുണ്ട്. എന്താണ് വേഗം വണ്ടി വിളിച്ചോണ്ടിരി. ഇയാളെങ്ങനെ മരിച്ചാല് നമ്മൾ വെറുതെ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും. എന്തൊരു മനുഷ്യന്മാരാന്നാല്. മനെ വണ്ടി നിർത്ത് നിർത്ത് നിർത്ത്. മക്കളെ ഒന്നും പിടിച്ചൂടി മക്കളെ വേഗം. എന്റെയൊക്കെ ബാപ്പ മയ്യത്താൻ കിടക്കുമ്പോ ഈ ബോട്ടം പിടിക്കോ? വയ്യെന്ന് മാറാ താമാര്. പിടിച്ചോ മോനെ, പിടിച്ചോ. നേരെ കിടത്തണേ. സാറേ, സോറി, നിങ്ങൾ വളരെ വൈകിപ്പോയി. ഒരല്പം നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇയാളെ രക്ഷിക്കാമായിരുന്നു. റോട്ടുമ്മൽ മരിക്കാൻ കിടക്കുന്ന ഒരാള് ആസ്പത്രിയിൽ എത്തിച്ചാണോ നമ്മൾ തെറ്റ്? ഒരിക്കലുമല്ല. നിങ്ങൾ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയല്ലേ? എന്നാലും ഇതിന്റെ പേരിലൊന്നും കോടതി കയറാൻ നമുക്ക് വയ്യ സാർ. അതിന് നിങ്ങൾ കോടതി കയറണമെന്ന് ആര് പറഞ്ഞു? എല്ലാരും പറയുന്നത് അങ്ങനെ സാർ. വഴിയിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിന് കേസോ കോടതിയോ ഒന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അതുമാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് ചെലവാകുന്ന പണം ഞങ്ങൾ കൃത്യമായി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതോടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും.
ഉമ്മക്ക് ആ കായൊന്നും വേണ്ട സാറേ. അല്ലല്ല, നിങ്ങൾക്കിത് അർഹതപ്പെട്ട പണം തന്നെയാണ്. ഉമ്മയുടെ പെരൊരാൾക്ക് ദീനം വന്നാല് അതിന് ചെലവാക്കുന്ന കായ് ഉമ്മ തിരികെ വാങ്ങോ സാർ? ഇതും അങ്ങനെ കൂട്ടിയാ മതി. നിങ്ങളുടെ ഈ മനസ്സ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ. എന്താ രാജേട്ടാ, എന്താ പറയാനുള്ളത്? പറയാം. എനിക്കതാരോടെങ്കിലും തുറന്നു പറയണം. ഈ പീറ്റർ മരിച്ചത് ഞാൻ കാരണം. എന്റെ സ്വാർത്ഥതയും അഹങ്കാരവും കാരണം അയാൾ മരിച്ചത്. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം, എല്ലാം ഞാൻ പറയാം. അന്നായിരുന്നു കമ്പനിയിലെ സ്റ്റാഫ് തോമസിന്റെ വിവാഹ വാർഷികം. ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയായിരുന്നു. താനാരോ തന്നാരോ തന താനാരാ തന്നാരോ അയ്യോ താനാരോ തന്നാരോ തന താനാരോ തന്നാരോ. നിർത്തടാ, ഹൈവേ പോലീസ് എങ്ങാൻ കണ്ടാ പണിയാവും. ഹൈവേ പോലീസ് ആഭ്യന്തരമന്ത്രി എന്റെ അളിയന്റെ സ്വന്തം ആളാ. ഞാനൊന്ന് വിളിച്ചാലേ മന്ത്രി ഇവിടെ വരും. ഇവിടെ ഒന്ന് നിർത്തടാ നിന്റെ പോലും. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും കേട്ടാ. താനാരോ തന്നാരോ തന താനാരാ പറയണയാ. ഹൈവേ കഴിഞ്ഞു, ഇനി നമുക്ക് സൈഡാക്കി രണ്ടെണ്ണം അടിച്ചിട്ട് അങ്ങോട്ട് പോയാലോ? പിന്നെന്താ, ആയിക്കോട്ടെ. ഞാൻ എപ്പോഴാ റെഡി. പിടിയുടെ ക്ലാസ്. താനാരോ തന്നാരോ തന താനാരോ തന്നാരോ താനാരോ തന്നാരോ ഒഴിക്കടാ. ഇത് പാട്ടൊന്നും ഇല്ലെന്ന്. പാട്ടുണ്ടല്ലോ. ഒഴിക്കടാ, വേഗം ഒഴിക്കടാ. പാട്ട് വന്നു. ആദ്യം നിങ്ങളെ അടി. അപ്പൊ ശബ്ദം പോലെ കുറച്ചുകൂടി ശബ്ദം വെച്ചാലോ? എടാ ഷിബു, ടച്ചപ്പ് ഒന്നുമില്ലടാ. എനിക്ക് വേണമെന്ന്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണ്. നമുക്ക് പോകണ്ടേ? പോവാം. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. അയാൾക്കെന്തോ പറ്റിയെന്നാ തോന്നുന്നത്. എടാ, അയാൾക്ക് എന്തൊക്കെ പറ്റിയോ നോക്കട്ടെ. വേണ്ട, അത് പ്രശ്നമാവും. അയാൾ മരിച്ചിട്ടില്ല. ഇപ്പൊ കൊണ്ടുപോയി നമുക്ക് അയാൾ രക്ഷിക്കാം. നീ എന്താ ഈ പറയുന്നത്? ഇപ്പം കൊണ്ടായി നമ്മളകത്താവും. പിന്നെ കോടതിയും കേസും. എനിക്ക് വയ്യേ. എടാ, ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? ഇല്ലില്ല, ഇപ്പൊ ആരും കണ്ടിട്ടില്ല. രാജേട്ടൻ വണ്ടി എടുക്ക്. പിന്നീട് പത്രത്തിലൂടെ അയാൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ ഒരു കുറ്റബോധം. വേണമെങ്കിൽ എനിക്ക് അയാളെ രക്ഷിക്കാമായിരുന്നു സുധേ. എന്നിട്ടും രാജേട്ടൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ. സാരമില്ല, എല്ലാം ശരിയാവുന്ന എൻ്റെ മനസ്സ് പറയുന്നത്.
പീറ്ററിന്റെ വീടല്ലേ? അതെ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഒരു പാവായിരുന്നു, ആരെയും ദ്രോഹിക്കാത്ത. എന്നിട്ടും പറ്റിയ അബദ്ധം തുറന്നു പറയാൻ പലതവണ ഞാൻ ശ്രമിച്ചത്. പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. മാപ്പ് ചോദിക്കാൻ അർഹതയുണ്ടോന്നറിയില്ല. എങ്കിലും എന്റെ സമാധാനത്തിൽ ക്ഷമിച്ചു എന്നൊരു വാക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കുണ്ടായ നഷ്ടം തീരുന്നില്ലല്ലോ. എങ്കിലും എല്ലാം വിധി കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. ഒരു നിമിഷം ഞാൻ ഇയാളോട് കരുണ കാണിച്ചിരുന്നെങ്കിൽ